ഈ ഇടക്കാലത്ത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ബലപ്പെട്ടു വരുന്നതായി തോന്നുന്നുണ്ട്. കാരണം ഉടൻ തന്നെ ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈന സന്ദർശിക്കുകയാണ്. അതിർത്തി പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമവുമായാണ് അദ്ദേഹം ഇപ്പോൾ ചൈനയുടെ സന്ദർശനവുമായി മുന്നോട്ട് പോകുന്നത്. ഇനി ഇന്ത്യയും ചൈനയുമായുള്ള ബന്ധം എങ്ങനെയായിരിക്കും? ബലപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഒന്ന് മയപ്പെട്ടിട്ടുണ്ട് ചൈന. അതിന് കാരണം പുതിയ ഒരു ഗ്ലോബൽ സിനാരിയോ ചൈന തിരിച്ചാവുന്നുള്ള. ചൈനയിൽ ശരിക്കും ഞാൻ ചൈന വളരെ മുമ്പേ ഒബ്സർവ് ചെയ്തിരുന്ന ഒരാളാണ്. ഈ കോവിഡിന് മുമ്പാണ് ഞാനത് വളരെ വളരെ കൗതുകത്തോടെ നോക്കിക്കണ്ട ചൈന എങ്ങനെ അത് ഓവർകം ചെയ്യും. കോവിഡിന് മുമ്പേ 2014 അവരുടെ പാർട്ടി സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ലേഖനം എഴുതിയ സമയത്ത് ഞാൻ ഇന്റർനാഷണൽ ജേർണലിൽ വന്ന് ചൈനീസ് സ്റ്റഡീസ് നോക്കി. അതിലെല്ലാം പറയുന്നത് 2018 ആകുമ്പോൾ ചൈനീസ് ഇക്കോണമിയിൽ റിസഷൻ വരും, അതിൻ്റെ വളർച്ചയുടെ പരമാവധി റിസഷൻ വരുമെന്നുള്ളതാണ്. ഈ റിസഷൻ ഇത് സൈക്കിളാണ്, അത് നമുക്ക് ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റില്ല. ഏതൊരു ഗ്ലോബൽ ഇക്കോണമിയിലും ഒരു സൈക്കിള് ഇങ്ങനെ കറങ്ങി വരും. പക്ഷെ ചൈന അതിനെ ഓവർകം ചെയ്തു. ഓവർകം ചെയ്ത് എങ്ങനെ? കോവിഡ് വന്നുകൊണ്ട് മാത്രമാണ്. കോവിഡ് വന്നാൽ ലോകത്ത് മൊത്തം റിസഷനായി. ചൈന ഓൾറെഡി കോവിഡിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി അത് വിറ്റ് അവർ പൈസക്കാരായി. എങ്കിലും ഈ റിസഷൻ ചൈനയെ ബാധിച്ചിട്ടുണ്ട്, പക്ഷെ ചൈന തകർന്നടിച്ചിട്ടില്ല. അങ്ങനെയാണ് ചൈന കാര്യങ്ങൾ സ്ട്രാറ്റജി. കോവിഡ് വന്നില്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം പോകുമായിരുന്നു ചൈന. കോവിഡ് വന്നതിന് ആ സ്റ്റഡീസ് അനുസരിച്ച് 2018 പരമാവധി 2019-20 ആകുമ്പോൾ ചൈന സ്ലോ ഡൗൺ ചെയ്യുകയും റിസഷനിലേക്ക് പോവുകയും കൊളാപ്സ് ചെയ്യുകയും ചെയ്യുന്നു. അതങ്ങനെ തന്നെ സംഭവിച്ചിട്ടുള്ളത്. ഭയങ്കര സാമ്പത്തിക മാന്ദ്യത്തിലേക്കാണ് ചൈന പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് കോവിഡ് വന്ന് ലോകം മൊത്തം സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോയപ്പോൾ അവർ രക്ഷപ്പെട്ടു വെക്കുന്നു. അപ്പോൾ അവിടെയുള്ള തുറമുഖങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളിലൊക്കെ തന്നെ ഒന്ന് ഷാങ്ഹായ് ആണ്. കണ്ടെയ്നർ ഈ പറയുന്ന ലോജിസ്റ്റിക്സിൻ്റെ ഒരു നിങ്ങൾ ഇത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 50% താഴെയാണ്. 50% തകർച്ച വന്നു. അതിൽ താഴെയാണ്. വലിയ തൊഴിലില്ലായ്മ ആ പ്രദേശത്തുണ്ട്. പക്ഷെ ഇതൊന്നും ആയിരുന്നില്ല ഉണ്ടാവുക, അതിലും കൂടുതലാവുകയാണ്. അപ്പാണ് കോവിഡ് വന്നത്. അപ്പോൾ കോവിഡ് എങ്ങനെ ഉണ്ടായാൽ നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. കോവിഡ് ചൈന ബോധവും സൃഷ്ടിച്ചതാണ്. ലോകത്തിന് കോവിഡ് കൊടുത്ത് ലോകത്തെ സ്ലോ ഡൗൺ ചെയ്യുക, കോവിഡിന് ആവശ്യമായ സാധനങ്ങൾ ഓൾറെഡി ഉണ്ടാക്കി വെക്കുക. അവിടെ കോവിഡ് ആദ്യം വന്നല്ലോ, എന്നിട്ട് അത് വിറ്റ് കാശുണ്ടാക്കുക. അങ്ങനെ അപ്പം ഈ ഗ്ലോബൽ റിസഷൻ മുൻകൂട്ടി കണ്ട് ചൈന പ്ലാൻ ചെയ്തതാണ് ഏത് ഈ പറയുന്ന വുഹാനിലെ പ്രശ്നം. ഇനിയും ചൈനയ്ക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ ചൈന എന്തും ചെയ്യും. ചൈന ഇതിലും വലിയ സാധനം എടുത്തു. ഈ വുഹാനിലെ വൈറസിന്റെ ഈ സ്പ്രെഡ്, പക്ഷെ സ്വന്തം രാജ്യത്തെ ലക്ഷക്കണക്കിന് പേർ അതൊന്നും അവർക്ക് പ്രശ്നമല്ല. ചൈനയിൽ ഈ ക്ഷാമവും മരണവും ഒന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അവിടെ ഗ്രാമപ്രദേശങ്ങളുടെ സ്ഥിതി വളരെ കഷ്ടമാണ്. അത് നമ്മൾ കാണാറില്ല. ഇന്ത്യയിൽ വന്നാൽ നിങ്ങൾക്ക് സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്ക് പോയിട്ട് ബീഹാറിലെ ഗ്രാമങ്ങൾ കാണാം, അവിടുത്തെ പരിതാപകരമായ റിപ്പോർട്ട് ചെയ്യാം. ചൈനയിൽ ചെയ്യ പറ്റില്ല. ചൈനയിൽ അവർ കൊണ്ടുപോകും. നിങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവർ കൊണ്ടുപോകും. എന്നിട്ട് അവിടെ അതൊക്കെ കണ്ടു വന്നിട്ട് നിങ്ങൾ നല്ല മോളുകൾ, നല്ല സിറ്റിയിലുള്ള വലിയ കെട്ടിടങ്ങളെ കണ്ട് ചങ്കിലെ ചൈന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാട്ട് ചെയ്തു. മനസ്സിലായില്ലേ? ഉത്തര കൊറിയയിൽ ഇത് പറഞ്ഞാണ്. ഗ്രാമങ്ങളൊക്കെ സ്ഥിതി ഭയങ്കര കുറച്ചൊക്കെ അവിടുത്തെ സിനിമകളിൽ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ നമ്മൾ ഫെസ്റ്റിവലിന് അവിടുത്തെ സിനിമകൾ വരാറുണ്ട്, കണ്ടാൽ മതി. ഗ്രാമങ്ങളിലൊക്കെ സ്ഥിതി ഭയങ്കര കഷ്ടമാണ്. അപ്പം ഇനി അങ്ങനെ ഒരു ഔട്ട്ബ്രേക്ക്, ഒരു പ്രശ്നം, ഒരു സാമ്പത്തിക റിസഷനിലേക്ക് പോവുകയാണെങ്കിൽ അവരെന്ത് ചെയ്യുന്നത്? ഇതിലും ഭീകരമായ ഒരു വൈറസിനെ പുറത്തുള്ളൂ. നമ്മൾ അന്ന് ഈ വൈറസിനെ കണ്ട് പേടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അവർ പെട്ടെന്ന് മരിക്കുന്ന കോവിഡിനെ കൊണ്ടിച്ചു പുറത്തിടുകയായിരുന്നു. നമ്മൾ പേടിച്ചുകൊണ്ട്, അവർ പേടി അഭിനയിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പേടിച്ചതുകൊണ്ടോ അവരത് ചെയ്തില്ലെന്നോ. അവർ മാത്രമല്ല, അവരെ സ്പോൺസർ ചെയ്ത അമേരിക്കൻ കമ്പനികളാണ്. അപ്പം ഇതിൽ രാജ്യമൊന്നും പ്രശ്നമല്ല. ഒരു ഇന്റർനാഷണൽ ഗൂഢാലോചനയാണ് കോർപ്പറേറ്റുകളുടെ. അതിൽ ചൈനയ്ക്ക് അവരുടെ രാജ്യം എന്ന രീതിയിൽ അവർക്കൊരു ഫീലുണ്ട്. അതവർ നന്നായിട്ട് ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ഇന്ത്യയായിട്ട് ഇപ്പോൾ അവരെടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇനി ഇന്ത്യ വലിയ തിരിച്ചടിയൊന്നും കൊടുക്കാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് പൊതുവെ വലിയ സംഘർഷങ്ങൾ ഇല്ലാതെ പോകാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പം മോഡി ഭരിക്കുമ്പോൾ മോഡി എന്ത് കണ്ടിട്ടെന്ന് അറിയില്ല, അടിച്ചാൽ തിരിച്ചടിക്കും എന്നുള്ള ലൈനിലാണ് പോയത്. ഇങ്ങോട്ട് അടിച്ചപ്പോൾ അങ്ങോട്ട് പോയി അടിച്ചു, ഇങ്ങോട്ട് വന്നപ്പോൾ അങ്ങോട്ട് പോയി വന്നു. അപ്പം മോഡിനെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് അവർക്ക് മനസ്സിലായി. കാരണം പൊതുവെ ആളുകൾ അത്ര റിസ്ക് എടുക്കില്ല ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ. കാരണം ഇത് നമ്മളെക്കാട്ടും വലിയ ശക്തിയാണ് ചൈന. അങ്ങനെ മോഡി ആ രീതിയിൽ പോയ സമയത്ത് കുറച്ച് ഒരു യുദ്ധത്തിലേക്ക് പോയാൽ അവർ ഒരുപാട് പിന്നോട്ട് പോകും. അവരെ സമയത്ത് സാമ്പത്തിക വളർച്ചയാണ് ഇമ്പോർട്ടൻറ്റ്. അച്ഛനെ കൊന്നിട്ടാണെങ്കിൽ അവർക്ക് സാമ്പത്തിക വളർച്ച കിട്ടണം. അപ്പം അതിന് അവർ ഇന്ത്യയായിട്ട് യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ പ്രശ്നമാവുന്നുള്ളതുകൊണ്ടാണ് ഇന്ത്യയായിട്ട് ഇപ്പോൾ അവർ കോംപ്രമൈസ് ചെയ്യുന്നത്. മോദിയുടെ ഈ മൂന്നാം ടൈമിൽ അങ്ങനെ ഒരു മോദി ആഗ്രഹിക്കുന്നുണ്ടല്ലോ ചൈനയുമായി നല്ലൊരു ബന്ധം. അല്ല, നമ്മൾ പണ്ടേ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇന്ത്യ ചൈന നന്നായി നിൽക്കുന്ന നെഹ്റുവിന്റെ കാലത്ത് അങ്ങനെ തന്നെയാണ്. ഒരുമിച്ച് നിൽക്കുന്നത് നമുക്ക് രണ്ടുപേർക്കും ഗുണകരമാണ്.
കാരണം നമുക്ക് രണ്ട് വലിയ മാർക്കറ്റ് ഉണ്ട്, ഒരുപാട് മേഖലയെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ പറ്റും. നമ്മുടെ ശത്രുക്കൾ ഏതാണ്ട് ഒരുപോലെയാണ്. വെസ്റ്റേൺ കൺട്രീസ് തന്നെയാണ് ആധികാരിക ശത്രുത. അതുപോലെ തന്നെ അവിടെ ലോക്കൽ ട്രഡീഷൻസും മതങ്ങളും ഒക്കെ ഉണ്ട്. അവരുടെ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ ആ മതങ്ങൾ ശക്ത. അവരെല്ലാതാക്കാനുള്ള അതിശക്തമായിട്ടുള്ള അമേരിക്കൻ ഇവാഞ്ചലിസ്റ്റ് പ്രൊപ്പഗാൻഡയുണ്ട്. ഇന്ത്യയിലും ഇതുണ്ട്. ഇതൊക്കെ നമ്മൾ നേരിടുന്ന പ്രശ്നമാണ്. നമ്മുടെ ഈ ട്രൈ ജംഗ്ഷനിൽ നോർത്ത് ഈസ്റ്റ് ഒരു അമേരിക്കൻ രാജ്യം ഉണ്ടാക്കാനുള്ള പദ്ധതി അമേരിക്കയ്ക്ക് ഉണ്ട്. ഇതൊക്കെ ചൈനയ്ക്കും അറിയാം, നമുക്കും അറിയാം. അവർ തമ്മിൽ യുദ്ധങ്ങൾ മുമ്പ് ചരിത്രത്തിൽ യുദ്ധങ്ങളില്ലല്ലോ. അവർ തമ്മിൽ ഈ 62-ലുണ്ടായ ഒരു യുദ്ധം അല്ലാതെ അതിന്റെ മുമ്പ് നമ്മളും ചൈനയായിട്ട് യുദ്ധങ്ങളില്ല. അതോടൊപ്പം തന്നെ ഈ ചൈന ഇന്ത്യക്ക് ചുറ്റുമുള്ള രാജ്യങ്ങൾ പാകിസ്ഥാൻ, മാലി, ശ്രീലങ്ക, നേപ്പാൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇടക്കാലത്ത് അവരുടെ സ്വാധീനം വർദ്ധിപ്പിച്ച് ഇന്ത്യക്കെതിരെ തിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നല്ലോ. ഇപ്പോഴെല്ലാം അവർ ഈ രാജ്യങ്ങളെല്ലാം ഒരു ഉപേക്ഷിച്ച മട്ടാണല്ലോ. അതെന്തായിരിക്കും? ഇല്ല, അവർ ഉപേക്ഷിക്കുന്നില്ല. ഇപ്പൊ എന്ന് വെച്ചാൽ അവിടെ ഒരുപാട് ഇടപെട്ട ഇന്ത്യ അലേർട്ടാവും അറിയാം. അപ്പൊ ഇന്ത്യ അലേർട്ടായി കഴിഞ്ഞാൽ അത് നിലവിൽ അവർക്ക് ഇന്ത്യയായിട്ട് നല്ല ബന്ധം കൊണ്ടുപോകണമെന്നുണ്ട്. അതിന്റെ നെഗറ്റീവായി ബാധിക്കും. അതുകൊണ്ട് തൽക്കാലം അവരത് ഡോമന്റ് ആക്കി വെച്ചു എന്നേ ഉള്ളൂ. അത് അവർക്ക് എന്തെങ്കിലും ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ അവർ ആക്ടിവേറ്റ് ചെയ്യാം. സിസ്റ്റത്തിലേക്ക് അവർ നൊഞ്ഞു ചെയ്തിട്ടുണ്ടാവും. ഓൾറെഡി സിസ്റ്റത്തിൽ നൊഞ്ഞു ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. അപ്പം നമ്മുടെ തന്നെ സിസ്റ്റത്തിൽ ബ്രിട്ടീഷ് ഇന്റലിജൻസിന് നല്ല സ്വാധീനം ഉണ്ടാവും. കാരണം നമ്മളെ പട്ടാളം, സിവിൽ സർവീസ് ഒക്കെ ഉണ്ടാക്കിയവരാണ്. അവരെ അപ്പോയിന്റ് ചെയ്ത ഉദ്യോഗസ്ഥന്മാരെയാണ് നമ്മൾ 47 നമുക്ക് കിട്ടിയത്. അവരുടെ അണ്ടറിലാണ് ട്യൂൺ ചെയ്ത് വന്ന പട്ടാളം പിന്നെ വന്ന ഉദ്യോഗസ്ഥന്മാർ. സ്വാഭാവികമായിട്ട് അവരുടെ ആ ഒരു ലിങ്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യപ്പെടും. പിന്നെ മോഡിനെ പോലുള്ള ചില ആളുകൾ വന്നാൽ അത് ചിലപ്പോൾ പർജ് ചെയ്യാൻ പറ്റുന്ന വരും. കാരണം അത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പർജ് ചെയ്യാൻ പറ്റും. ശ്രദ്ധിച്ച് പർജ് ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ അത് നമ്മൾ ശ്രദ്ധിക്കും. മറ്റുള്ളവരെ അത് പിണക്കും, ഈ രാജ്യങ്ങളെ അവരുടെ കംഫർട്ട് സോണുകൾ ഇല്ലാതാക്കും. അപ്പോൾ അവർ നമുക്കെതിരായി മാറും. അതുകൊണ്ടാണ് കോൺഗ്രസ് ഒരു പരിധി കൊടുക്കുന്നത് പർജ് ചെയ്തിട്ടില്ല. പക്ഷെ മോഡി ഇപ്പം ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഒരു കാര്യമുള്ള അവിടെ അമേരിക്ക ട്രംപ് അധികാരത്തിൽ വന്നു എന്നുള്ളതാണ്. ട്രംപ് ഒരു ഇന്ത്യനാണ്, ആന്റി ചൈന എന്ന് അറിയാം. അപ്പോൾ ഇന്റർനാഷണൽ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ട്രംപ് ഓപ്പണായിട്ട് ഇന്ത്യയുടെ കൂടെ നിൽക്കും ചൈനയ്ക്കെതിരെ. അപ്പം ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് സ്വന്തം ദേശീയ താല്പര്യത്തിന് അനുയോജ്യം ഇന്ന് ഇന്ത്യയായിട്ട് ഒരുമിച്ച് പോകുന്നതാണ് എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഈ ഒരു ഒരു നിലപാടിലേക്ക് ചൈന വന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇത് പൂർണ്ണമായിട്ട് വിശ്വസിക്കാനും പറ്റില്ല. കാരണം ചൈനയ്ക്ക് ഗ്ലോബൽ താല്പര്യമുള്ള ഒരു രാജ്യമാണ്. നമ്മളെ ഇവിടെയുള്ള താല്പര്യങ്ങൾ അവർ ഉപേക്ഷിക്കാത്ത കാലത്തോളം നമ്മൾ അലേർട്ടായിരിക്കാനേ വേണം. ഏത് നിമിഷം ചൈന തിരിച്ചടിക്കാം. കാരണം ഇതേപോലെ തന്നെ നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ വളരെ അടുത്ത് വന്നാണ് ഇന്ത്യ ചീന ബായി ഒരു രാത്രി കയറി അടിച്ചത്. പക്ഷെ കാരണം എന്ന് വെച്ചാൽ നമ്മളവർ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കപ്പെട്ടിരുന്നില്ല. പ്രശ്നം അവിടെയുള്ള ഡിഫൈൻ ചെയ്യപ്പെടാത്ത അതിർത്തിയാണ്. അത് കൃത്യമായി ഡിഫൈൻ ചെയ്യുകയും അതിർത്തി വരയ്ക്കുകയും ആ പ്രശ്നം സോർട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇത്ര പട്ടാളത്തെ വെക്കേണ്ട ആവശ്യമില്ല. കാരണം അവിടെ ഇത്ര പട്ടാളത്തിൻ്റെ ആവശ്യമില്ല. ഇപ്പം നമ്മളൊരു സംഘർഷം ഉള്ളതുകൊണ്ടാണ് ഇന്റർനാഷണൽ ബോർഡറിൽ ഇത്രമാത്രം പട്ടാളം അവിടെ. അപ്പോൾ അതുകൊണ്ട് ആക്ച്വൽ കൺട്രോളിൻ്റെ അപ്പുറത്തായിട്ട് പട്ടാളം, ഇന്റർനാഷണൽ ബോർഡറിൽ പട്ടാളം. അപ്പോൾ അത് നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. ബംഗ്ലാദേശ് നമ്മൾ ഇത്രമാത്രം ഈ പട്ടാളത്തിൻ്റെ സാന്നിധ്യം ഇല്ലല്ലോ അതിർത്തിയിൽ. ഇപ്പം ഉണ്ടാവും, മുമ്പുണ്ടായിരുന്നില്ല ഹസീനയുടെ സമയത്ത്. അപ്പം അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. പക്ഷെ ആദ്യം ഈ പ്രശ്നം സോൾവ് ചെയ്യണം. ഈ പ്രശ്നം സോൾവ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതിന് രണ്ട് കൂട്ടരും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. അല്ലാതെ ഇപ്പോൾ വിട്ടുവീഴ്ച ചെയ്തപ്പോൾ അത് മോഡിൻ്റെ പരാജയം എന്നാണ് ഇവിടെ പ്രതിപക്ഷം വരും. വിട്ടുവീഴ്ച ചെയ്യാതെ ഏതെങ്കിലും പ്രശ്നം തീർന്നിട്ടുണ്ടോ? അതിപ്പം കോൺഗ്രസ്സുകാരാണ് തീർക്കുന്നതെങ്കിൽ അത് ഇന്ത്യയുടെ മണ്ണ് വിട്ടുകൊടുക്കാൻ പറയുന്ന BJP വരും. അല്ല, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ പലതവണ ആരോപിക്കുന്നുണ്ടല്ലോ അന്ന് ചൈന കയറിയ സ്ഥലത്ത് നിന്ന് ഇപ്പോഴും പിന്നോട്ട് പോയിട്ടില്ല എന്ന രീതിയിലുള്ള പ്രസ്താവനയും അദ്ദേഹം. ചൈന മൂപ്പരുടെ വല്യാപ്പ ഭരിച്ച സമയത്തല്ലേ ഈ ലഡാക്കിൽ ചൈന കയറി, അവിടുന്ന് പിന്നോട്ട് അവർ പോയിട്ടില്ലല്ലോ. നേരല്ലേ മൂപ്പര വാപ്പാന സമയത്തല്ലേ ചൈനയായിട്ട് നല്ല ബന്ധം ഉണ്ടായത്. പിന്നെ നരസിംഹറാവുവിന്റെ സമയത്ത് എല്ലാം കാര്യം രാഷ്ട്രീയക്കാർ റിട്ടോറിക്. മോഡി പറഞ്ഞാലും രാഹുൽ ഗാന്ധി പറഞ്ഞാലും. ഇപ്പം കോൺഗ്രസ്സുകാർ വെച്ച് ചൈനയായിട്ടുള്ള പ്രശ്നം പരിഹരിക്കാമെന്ന് വിചാരിച്ചോ? കുറച്ച് സ്ഥലം വിട്ടുകൊടുക്കേണ്ടി വരും. അത് അല്ലാതെ നടക്കില്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കേണ്ടി വരും. BJP-ക്കാരും അതാണ് പ്രശ്നം. ഈ പ്രശ്നം സോൾവ് ചെയ്യാതെ ചൈനയായിട്ട് നല്ല ബന്ധം എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ഒരു എന്താ പറയുക വെച്ചുകെട്ടൽ മാത്രമായിരിക്കും. അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ തൽക്കാലം നമുക്ക് ആശ്വസിക്കാം. കാരണം ഒരു വലിയ യുദ്ധം പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അലേർട്ടായി തന്നെ ഇരിക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.